ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകൾക്കുള്ള എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. അപ്പം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷനിലെ കാര്യങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും എഴുതാൻ നിൽക്കരുത്. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എക്സാം ഹാളിൽ എത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. സോ അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് കളർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. പിന്നെ ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നുണ്ട്, അതായത് ഫസ്റ്റ് പേജിൻ്റെ പുറകിലായിട്ട് അടുത്ത പേജ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൊത്തം 3 പേജായിട്ടാണ് ഇവിടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് തന്നെ കളർ പ്രിൻ്റ് നിർബന്ധമായിട്ടും എടുക്കണം. ഇനി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫേസ് 1 ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പം ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് വീതമാണുള്ളത്. പിന്നെ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യന് 0 മാർക്കാണ്. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്കാണ് നമ്മളെ മാർക്കിൽ നിന്നും കുറയ്ക്കുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം പറയുന്നത്, കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും പകരുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മൂന്നാമത് പറഞ്ഞത്, നമുക്ക് റഫ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എക്സ്ട്രാ പേപ്പറൊന്നും കയ്യിൽ കരുതണ്ട. എക്സാം ഹാളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റഫ് വർക്കിനുള്ള പേപ്പർ തരും. ആ ഒരു പേപ്പർ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് 3-ൽ പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ID പ്രൂഫായിട്ട് ആധാർ കാർഡാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആധാർ കാർഡിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു ID കാർഡും കൂടെ കയ്യിലെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആധാർ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. പിന്നെ 2 കോപ്പി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൂടെ പറയുന്നുണ്ട്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോഗ്രാഫിൻ്റെ 2 കോപ്പി കൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ ആധാർ കാർഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കാത്തൊരവസ്ഥ വരും. നിർബന്ധമായിട്ടും നിങ്ങൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം. നെക്സ്റ്റ് 5-ൽ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ഡിജിറ്റൽ വയർലെസ് ഡിവൈസസ്, അതായത് കാൽക്കുലേറ്റർ, ഡോക്യുപെൻ, ഇലക്ട്രോണിക് വാച്ചസ്, ദെൻ ഫെസിലിറ്റീസ് ഓഫ് കാൽക്കുലേറ്റർ, സെല്ലുലാർ ഫോണ്, പിന്നെ മെമ്മറി കാർഡ്, മെമ്മറി സ്റ്റിക്ക്, ബ്ലൂടൂത്ത് ഡിവൈസ്, പേജർ, ദെൻ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും, മൈക്രോഫോൺ, ക്യാമറ, റേഡിയോ, ഹെഡ്സെറ്റ്, വാക്ക്മാൻ, റെക്കോർഡർ, ട്രാൻസ്ലേറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹോളിലേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെ റിസ്റ്റ് വാച്ച്, ഹെഡ് ഗിയർ, സ്കാർഫ്, ദെൻ ഗോഗ്ലസ്, ജാക്കറ്റ്, ഫുഡ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒന്നും എക്സാം ഹോളിൽ പെർമിറ്റബിൾ അല്ല. നെക്സ്റ്റ് 6-ൽ പറയുന്നത്, നിങ്ങൾ കാൻഡിഡേറ്റിന് അസൈൻ ചെയ്തിട്ടുള്ള സീറ്റിൽ മാത്രം നിങ്ങൾ പോയിരിക്കുക. പിന്നെ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ എക്സാം ഹോളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ, നിങ്ങൾ എയർഫോഴ്സിൻ്റെ എക്സാമിന് പെർമനൻ്റ്ലി ഡീബാർ ചെയ്യാൻ അത് കാരണമാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടെ തന്നെ എക്സാം ഹോളിൽ നിങ്ങൾ പെരുമാറുക. നെക്സ്റ്റ് 7-ൽ പറയുന്നത്, നിങ്ങളുടെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റോ അതിൻ്റെ ഫോട്ടോ കോപ്പീസോ നിങ്ങൾ എക്സാം ഹോളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ID പ്രൂഫ്, അഡ്മിറ്റ് കാർഡ്, ഫോട്ടോസ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളുടെ SLCയോ അല്ലെങ്കിൽ +2 അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ അതിൻ്റെ ഫോട്ടോ കോപ്പീസോ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 8-ൽ പറയുന്നത്, നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻ്റ് പെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതണം. അപ്പം എക്സാം ഹോളിൽ നിങ്ങൾക്ക് പേപ്പർ, റഫ് വർക്കിനുള്ള പേപ്പർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് പെന്ന് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും കയ്യിൽ കരുതണം. നെക്സ്റ്റ് എക്സാം ഹാളിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിനേക്കാൾ 15 മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.
നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ ഒരു അരമണിക്കൂർ മുന്നെങ്കിൽ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് 10th പറഞ്ഞത് നിങ്ങളുടെ എക്സാമിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത ഷിഫ്റ്റിന് നിങ്ങൾക്ക് എക്സാം സെറ്റാക്കി തരും. അത് നിങ്ങൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾ പുതിയ ഷിഫ്റ്റിൽ എക്സാം എഴുതണം. നെക്സ്റ്റ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കളയരുത്. നിങ്ങളുടെ സെക്കൻഡ് ഫേസ് ഫസ്റ്റ് ഫേസ് എഴുതി ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിന് നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൻ്റെ സൈൻ ചെയ്തിട്ടുള്ള അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കളയരുത്. നെക്സ്റ്റ് എക്സാമിനേഷൻ ഗൈഡ് ലൈൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രസ് കോഡാണ്. സോ ഡ്രസ് കോഡിൽ പെർമിറ്റഡ് ഡ്രസ് കോഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ സാൻഡൽസ് വിത്ത് ഫ്ലാറ്റ് ഹീൽസ്, അതായത് കവർ ചെയ്യാത്ത ടൈപ്പുള്ള നോർമൽ ചെരുപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഹവായി പോലുള്ള ചെരുപ്പുകൾ. പിന്നെ കെട്ടുന്ന ടൈപ്പ് ആണെങ്കിൽ വലിയ കൂടുതൽ കെട്ടൊന്നുമല്ലാതെ കൂടുതൽ കാല് കവർ ചെയ്യാത്ത ടൈപ്പിലുള്ള ചെരുപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ട് പ്ലെയിൻ ആൻഡ് സിമ്പിൾ ക്ലോത്തിങ് വിത്ത് ഹാഫ് സ്ലീവ്സ് ആൻഡ് സ്മോൾ ബട്ടൺസ് കംപ്രസിങ് ഓഫ് ഷർട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഷർട്ട്, അത് പ്ലെയിൻ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുർത്ത ഉപയോഗിക്കുകയാണെങ്കിലും അതും പ്ലെയിൻ ആയിരിക്കണം, പക്ഷേ അതിന് പോക്കറ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ട്രൗസേഴ്സ് ആണെങ്കിലും ലോവേഴ്സ് ആണെങ്കിലും പോക്കറ്റ് ഇല്ലാത്ത ടൈപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാൻറ്റ് ഇടുന്ന നമുക്കറിയാം, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത നോർമൽ പാൻറ്റ് നിങ്ങൾക്ക് ഇട്ട് പോവാം, നോ പ്രോബ്ലം. പക്ഷെ അതിൽ പോക്കറ്റ് ഉണ്ടെന്നിരുന്നാലും നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാൻറ്റ് ഇട്ട് പോകാം, നോ പ്രോബ്ലം. അപ്പോൾ പാൻറ്റ് കൂടുതൽ അലങ്കാരമില്ലാത്ത, കൂടുതൽ വള്ളിയുള്ള ടൈപ്പ് അങ്ങനത്തെ പാൻറ്റുകളൊന്നും, കൂടുതൽ വർക്കുള്ള, കൂടുതൽ ലെറ്റേഴ്സുള്ള അത്തരത്തിലുള്ള പാൻറ്റുകൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നെക്സ്റ്റ് സിഖുകാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, നമുക്ക് അപ്ലിക്കബിൾ അല്ല. പിന്നെ മതപരമായിട്ടുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവിടെ നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എക്സാം ഹാളിൽ കയറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ളൊരു ഹാഫ് സ്ലീവ് ടീഷർട്ട് നിങ്ങൾ ഉപയോഗിക്കുക. സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. അപ്പം നല്ല ചെരുപ്പ്, ഹവായി പോലെ ചെരുപ്പ് അല്ലെങ്കിൽ കൂടുതൽ കെട്ടൊന്നുമില്ലാത്ത ടൈപ്പ് ചെരുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഡ്രസ്സസിൽ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ്. ഒന്ന്, ക്ലോസ്ഡ് ഫുട്വെയർ ലൈക്ക് ഷൂസ്. അപ്പം നേരത്തെ പറഞ്ഞു കൂടുതൽ കാല് കവർ ചെയ്യാത്ത ടൈപ്പ് ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കാല് കവർ ചെയ്തിട്ടുള്ള ചെരുപ്പുകൾ, ഷൂസ് എന്നിവ അനുവദീയമല്ല. പിന്നെ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ലോങ് സ്ലീവ് ക്ലോത്ത് അനുവദീയമല്ല. പിന്നെ കോട്ട്, ജാക്കറ്റ് അത് അനുവദീയമല്ല. പിന്നെ ക്ലോത്തിങ് വിത്ത് ലാർജ് ബട്ടൺസ്, അപ്പം നമ്മളുടെ ഡ്രസ്സിൽ വലിയ ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് പെർമിറ്റബിൾ അല്ല. നെക്സ്റ്റ് ഷർട്ട്, ടീഷർട്ട്, കുർത്താസ് വിത്ത് പോക്കറ്റ്സ്. അപ്പം നമ്മുടെ ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ കുർത്തയിൽ പോക്കറ്റ് ഉള്ളതാണെങ്കിൽ അതും ആക്സെപ്റ്റബിൾ അല്ല. നെക്സ്റ്റ് ഓർണമെൻറ്റ്സ് ലൈക്ക് റിങ്, ബ്രൂച്ച്, ജ്വല്ലറി ഇൻക്ലൂഡ്സ് സ്റ്റഡ്സ്, ഇയറിങ്സ്, ചെയിൻ, ഹെയർ ബാൻഡ് തുടങ്ങിയ കാര്യങ്ങളൊന്നും സമോളിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതല്ല. അടുത്തത് പറയുന്നത് അലൗഡ് അല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇലക്ട്രോണിക് ഐറ്റംസ്, ബ്ലൂടൂത്ത്, മൈക്രോഫോൺ, ഹെഡ്ഫോൺ തുടങ്ങിയൊന്നും അലൗഡ് അല്ല. പിന്നെ റിസ്റ്റ് വാച്ച്, ബ്രേസ്ലെറ്റ്സ്, ഓർണമെൻറ്റ്സ്, ക്യാപ്പ്, വാലറ്റ്, ഹാൻഡ് ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് എക്സാം ഹാളിൽ കയറ്റാൻ സാധിക്കില്ല. പിന്നെ ഈറ്റബിൾ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലിൽ വെള്ളം നിങ്ങൾക്ക് അകത്തോട്ട് കയറ്റാം. പിന്നെ ഡിജിറ്റൽ ഓർ ടെക്സ്റ്റൽ മെറ്റീരിയൽ ഈസ് നോട്ട് അലൗഡ് ഇൻസൈഡ് ദ എക്സാം ഹോൾ. നെക്സ്റ്റ് ഓൺലി അഡ്മിറ്റ് കാർഡ് വിൽ ബി അലൗഡ് ഇൻസൈഡ് ദ എക്സാം ഹോൾ. ലീഗൽ ആക്ഷൻ വിൽ ടേക്കൺ ഇഫ് എ കാൻഡിഡേറ്റ്സ് ഫൗണ്ട് വിത്ത് ഫേക്ക് അഡ്മിറ്റ് കാർഡ്. അപ്പം നിങ്ങളുടെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് മാത്രമേ എക്സാം ഹോളിൽ കയറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫേക്കായിട്ടുള്ള അഡ്മിറ്റ് കാർഡുകൾ കൊണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ കയറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ ഡീബാർ ചെയ്യുന്നതിന് കാരണമാവും. നെക്സ്റ്റ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൾ പോയിൻ്റ്, പെന്ന് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറ്റാം. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ലൈക്ക് പെൻസിൽ ബോക്സ്, ജോമെട്രി ബോക്സ്, കാൽക്കുലേറ്റർ, സ്കാനർ തുടങ്ങിയ
സാധനങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാൻ സാധിക്കില്ല. പിന്നെ ട്രാൻസ്പാരൻ്റ് പൗച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാം. നെക്സ്റ്റ് ബ്ലാങ്ക് പേപ്പർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഡ്രസ്സിങ്ങിലാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹാഫ് സ്ലീവ് ടീഷർട്ട് നിങ്ങൾ ഉപയോഗിക്കുക, പോക്കറ്റില്ലാത്തത്. പിന്നെ ഒരു പ്ലെയിൻ കളറായിട്ടുള്ളൊരു പാൻറ്റും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നോർമൽ ചപ്പലും ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എയർഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.